ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്നൊരു ചെറിയ ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാട്ടോ വന്നേക്കുന്നത്. അങ്ങനെ രാവിലെ തന്നെ ദാണ്ട് ഈ ഇരിക്കുന്ന പൂരിയെല്ലാം ഞാനങ്ങ് തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ട് മാക്കം പൂരി അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ചുമ്മാ ഇരുന്ന് തിന്നാനൊരു പ്രത്യേക സുഖമാണല്ലോ, അതുകൊണ്ട് തന്നെ പൂരി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദാണ്ട് 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, 4 കഴിച്ചു, 5 കഴിച്ചു, 6 കഴിച്ചു എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആ പാത്രത്തിലിരുന്നത് മൊത്തം ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അതങ്ങ് ദഹിപ്പിക്കാനൊക്കെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. അത് കഴിഞ്ഞ് കനത്ത മഴയായിരുന്നു. അതിന് ശേഷം നമ്മൾ കുളിച്ച് റെഡിയായിട്ട് വന്നതിന് ശേഷം ദാണ്ട് ഒരു ഏത്തയ്ക്ക പുഴുങ്ങിയത് നമ്മളിങ്ങനെ എടുക്കുക കേട്ടോ. അങ്ങനെ ഏത്തയ്ക്ക പുഴുങ്ങിയതൊക്കെ നമ്മളിനി കഴിക്കാനൊക്കെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ ദാണ്ട് ഏത്തയ്ക്ക തട്ടിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോടെ കഴിച്ചാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അഥവാ ഇനി ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതങ്ങ് കല്ലിച്ച് പോകും കേട്ടോ. അങ്ങനെ ഏത്തയ്ക്കയും മാക്കം അടിക്കാനൊക്കെ കൊണ്ട് പോകാം കേട്ടോ. എൻ്റെ ഒരു കാര്യം സമ്മതിക്കണം തന്നെയല്ലേ. അങ്ങനെ ദാണ്ട് നമ്മൾ ഏത്തയ്ക്ക കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും കാശിമോന് കുറച്ച് തേൻമുട്ടായും ലേസും ഒക്കെ മേടിച്ചു. വാവിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവനത് തന്നില്ല. അവൻ്റെ ആ മുഖത്തെ ആ ഒരു ഭാവം കണ്ടാൽ അറിയാമല്ലോ, തരത്തില്ല എന്നുള്ള കാരണത്താൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സാരമില്ല, നമ്മൾ ആ ലേസ് ഇങ്ങനെ പൊട്ടിച്ച് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നതും ലേസാണ്. അങ്ങനെ മാക്കം ലേസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും തീർന്നു വരുമ്പോഴത്തേക്കിനും നമ്മൾ ചെറിയൊരു ഉറക്കവും കാര്യങ്ങളും ഒക്കെ അങ്ങ് പാസ്സാക്കും. അങ്ങനെ ദാണ്ടേ കുറച്ച് നേരം ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ ദാണ്ട് അത് കഴിച്ചിട്ടും കൂടി തീരുന്നില്ല കേട്ടോ. കാറ്റ് മാത്രമല്ലായിരുന്നു, സാധനവും കൂടെ ഉണ്ടായിരുന്നു ഈ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വീണ്ടും റെസ്റ്റ് എടുത്തു. ഉച്ചക്കത്തേക്കുള്ള ഊണ് വന്നു. മത്തി വറുത്തതും ചോറും ചമ്മന്തി മോരുകറിയും പിന്നെന്താ ചക്കക്കുരു മെഴുക്കുവരട്ടിയും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അങ്ങനെ പിടിയൊക്കെ പിടിച്ച് ദാണ്ട് പാത്രം ഞാനങ്ങ് കാലിയാക്കി കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേനും ഒരു പൂച്ച വന്ന് വെളിയിൽ നിന്നും ഒന്നും കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ ടാറ്റ ബൈ ബൈ, സീ യു.